സാധുക്കളോട് നിങ്ങളുടെ കരുത്ത് കാണിക്കരുത്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ദേഷ്യം എന്നോടല്ലേ? എവിടെ നിന്നോ വന്നാ അവളോട് എന്തിനാ കാണിക്കുന്നത്? ആ പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്യാത്ത തെറ്റിന് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി. ആ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ആ കാർ അവിടെ വച്ച് എന്നെ കത്തിച്ചു കളഞ്ഞനെ. എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ മുഖത്ത് ചെക്ക് വലിച്ചെറിഞ്ഞല്ലേ. അവന് ഞാൻ എങ്ങനെ ചെക്ക് വയ്ക്കുന്നു നോക്കിക്കോ. ചേച്ചി ചേച്ചി ഇതൊന്ന് നോക്കിയേ. എന്താടി, എന്താ അറ്റാക്ക് വന്ന പോലെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? ഇത് അതിനേക്കാളും വലിയ പ്രശ്നം, ഒന്ന് നോക്കിയേ. ഇങ്ങ വന്നേ. അച്ഛമ്മേ, 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 എന്താടി? ഒന്ന് വന്നേ. അച്ഛമ്മ ഈ വീഡിയോ ഒന്ന് നോക്കിയേ. അവര് ഫോണിൽ എന്താ ചെയ്യുന്നേ? നോക്കച്ഛമ്മേ. എന്റെ ഭർത്താവ് ഇവരുടെ വീട്ടിലേക്ക് വന്നപ്പോ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയോടൊപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റുന്നേ? ഒരു പെണ്ണായി ജനിച്ചിട്ട് ഒരു സാധു സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ചോ? എന്താ നിങ്ങൾ മൂന്നുപേരും കൂടി മൊബൈലിൽ സീരിയൽ കാണുകയാണോ? ടിവിയിൽ കണ്ടൂടെ നിങ്ങൾക്ക്? ഈ സീരിയൽ നീ കണ്ടു നോക്ക്. എന്താ പുതിയ സീരിയൽ വല്ലതും ആണോ? ആ അതെ, അമ്മ അമ്മായി വില്ലത്തിമാര്. അതെങ്ങനെ ഞങ്ങള് വില്ലത്തിമാരായി? നീ എന്റെ ഭർത്താവിന് വല വീശി പിടിച്ച് നീ എനിക്കും എന്റെ കുട്ടികൾക്കും ദ്രോഹം ചെയ്യുകയാണോ? ഇതാരാ റെക്കോർഡ് ചെയ്തത്? ആരോ ഷൂട്ട് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇപ്പോൾ ഈ വീഡിയോ ശരിക്കും വൈറലായി കഴിഞ്ഞു. നോക്ക് എത്രമാത്രം ഡിസ്ലൈക്കാണ് വന്നിരിക്കുന്നതെന്ന്. എന്താമേ എല്ലാവരും കൂടെ എന്താ കാര്യം? നീ ഇതൊന്ന് കണ്ടു നോക്കിയേ. നിനക്ക് നാണമുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഈ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാലും നീ ഇദ്ദേഹത്തെ വീട്ടിൽ കയറ്റാൻ പാടില്ലായിരുന്നു. ആരോ വീഡിയോ ഷൂട്ട് ചെയ്തതാ ഏട്ടാ. വേറെ ആരെങ്ങനെ ചെയ്യാ? എല്ലാം നിന്റെ പണിയാണ്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നീ മിണ്ടരുത്. നാലാള് കാണുന്ന കോമൺ സെൻസ് പോലും ഇല്ലാതെ അന്ന് അമ്പലത്തിൽ വെച്ച് നീ വഴക്കിട്ടു. അതിനുശേഷം ശാരദയുടെ വീട്ടിൽ വെച്ച് അവളെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ പാവം ശാരദ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു ആവോ. ഇപ്പൊ ഈ മഹാകാര്യം ചെയ്ത് നാട്ടിൽ മുഴുവൻ പാട്ടാക്കി. ഈ കാര്യം പറഞ്ഞാൽ അവൾക്ക് സഹിക്കാനാവൂ?
ഛേ, എടി ഇത് അവള് തന്നെയല്ലേ? ആ ശരിയാ, ഇത് അവള് തന്നെ. ആരെങ്കിലും തിരിച്ചറിയൊന്നും നാണം പോലും ഇല്ലാതെ റോഡിൽ കറങ്ങി നടക്കുന്നത് കണ്ടില്ലേ? ഒരു നാണോ ഇല്ല. കല്യാണപ്രായ മക്കളുണ്ടായിട്ടും കറങ്ങി നടക്കുന്ന കണ്ടില്ലേ? ഒരുമ്പിട്ട് ഇറങ്ങിയവർക്ക് എന്ത് നാണം. ശരിയാണ്. ലോകം എന്ത് കരുതിയാലും അവർക്ക് എന്താ, ഇവർക്കൊക്കെ എന്തോ ആവാം. കലികാലം. ആന്റി കിടിലാണല്ലോടാ. നീ പറഞ്ഞ കറക്റ്റാ. ഫോണിൽ കണ്ടതിനേക്കാളും നേരിട്ട് കാണാൻ പൊളിയാണല്ലോടാ. കണ്ണെടുക്കാൻ ശരിയാളെ. ഏയ്, എന്ത് തോന്നിയാസാടാ പറയുന്നേ? എന്താ അത്? അതിങ്ങോട്ട് താ. നീ എന്റെ ഭർത്താവിന് വല വീശി പിടിച്ച് നീ എനിക്കും എന്റെ കുട്ടികൾക്കും ദ്രോഹം ചെയ്യാണോ? പൂജ, എന്ത് വീഡിയോ അത്? ഒന്നുമില്ല ആന്റി. കാണിക്കുമോളെ. ഒന്നുമില്ല. എന്താ അതില്? കാണിക്ക്. ഒന്നുമില്ല ആന്റി. നീ എന്റെ ഭർത്താവിന് വല വീശി പിടിച്ച് നീ എനിക്കും എന്റെ കുട്ടികൾക്കും ദ്രോഹം ചെയ്യാണോ? ഇങ്ങനെയുള്ള ഒരു സ്ത്രീയോടൊപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റുന്നേ? ആന്റി, ആദി, എല്ലാവരും ഇത് എവിടെ പോയിരിക്കാം? എല്ലാവരും ഒരുമിച്ചത് എവിടെ പോയതാ? ആരെയും കാണാനില്ലല്ലോ. ഓഫീസിൽ ജോലി ചെയ്ത എല്ലാരും കൂടി ഇവിടെ എന്തെടുക്കുക? സർ. എന്താ കാണുന്നേ? ക്രിക്കറ്റ് ആണോ? അല്ല സർ. Then what is it? ഞാൻ വിളിച്ചിട്ടും അറിയാതിരിക്കാൻ മാത്രം ബിസി ആയിരുന്നല്ലോ എല്ലാവരും. എന്താ അത്? എന്ത് വീഡിയോ ആണത്? ഒന്നുമില്ല സർ. നിങ്ങൾ എല്ലാരും കണ്ടിട്ടും ആ വീഡിയോ എന്നെ മാത്രം കാണിക്കാൻ ഇത്ര മടിക്കുന്നത് എന്തിനാ?
അധികതാ കാണട്ടെ. ആ, വേണ്ട സാർ. ഫോൺ താ ആദി. സാർ ഇത് കാണണ്ട സാർ. ഞാൻ കാണാൻ പാടില്ലാത്ത മാത്രം എന്താ അതിലുള്ളത്? സാർ ഇത് കണ്ട സങ്കടമാകും സാറിന്. നീ എന്റെ ഭർത്താവിന് വല വീശി പിടിച്ച് നീ എനിക്കും എന്റെ കുട്ടികൾക്കും ദ്രോഹം ചെയ്യുകയാണോ? ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയോടൊപ്പം നിങ്ങൾ ഈ കോളനിയിൽ എങ്ങനെയാ ജീവിക്കുന്നത്? നിനക്ക് നാണുണ്ടെങ്കിൽ ഇയാള് വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോ വരാൻ പാടില്ലെന്ന് പറയണമായിരുന്നു. അമ്മ എന്താ വല്ലാതിരിക്കുന്നത്? അത് ഒന്നുമില്ല മോനെ. ഒരു പ്രശ്നവും ഇല്ലെങ്കിലേ എന്റെ അമ്മ എങ്ങനെയായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല അത് സാറേ, രമണി വേണ്ടെന്ന് പറഞ്ഞതല്ലേ. എനിക്കൊരു കുഴപ്പമില്ല. നമസ്കാരം സാർ. ഞാൻ ഓഫീസിലേക്ക് വരില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഫോൺ ചെയ്യുന്നേ? സാർ സോറി സാർ. ഓഡിറ്റർ സാർ ഒരു ഇമ്പോർട്ടൻ്റ് ഫയലിൻ്റെ വീഡിയോ വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഓഫീസിൽ സാറുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് സാറിങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ എത്തിയെന്ന് ഓഡിറ്ററോട് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം സാർ. ഇതുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞത്. കൃഷ്ണപ്രസാദ്! സാർ 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 എന്താ സാർ? കൃഷ്ണപ്രസാദ്! ഏയ് കൃഷ്ണപ്രസാദ്! കൃഷ്ണപ്രസാദ്! ഓയ് കൃഷ്ണപ്രസാദ്! 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 നിങ്ങൾ എവിടെയാണ് കൃഷ്ണപ്രസാദ്? കൃഷ്ണ ഞങ്ങൾ ഒരു വിധത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ നാണം കെടുത്തത്? ആരാണ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്? എന്തിനാണ് വന്നത്? ഞങ്ങളെ നാണം കെടുത്താനാണോ അതോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയോ? ജഗത്, എല്ലാവരും കാണുന്നുണ്ട്. നീ അകത്തേക്ക് പോ. കാണട്ടെ. നിങ്ങളുടെ മാനം പോകുന്ന ഭയപ്പെടുകയാണോ? അതല്ലടാ ഞാൻ പറയുന്നത്. കേൾക്കില്ല. എനിക്ക് കേൾക്കണ്ട.
വേണ്ട, നിങ്ങളുടെ വിശദീകരണം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അന്ന് ഹോമത്തിന് വരാൻ സാധിക്കാത്തതിന്റെ കാരണം ശാരദയോട് പറയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ നിഴല് കണ്ടാൽ പോലും ഞങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ എന്റെ അമ്മ എന്തുമാത്രം നാണം കിട്ടുമെന്നറിയോ? വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒതുങ്ങുമ്പോ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും വാശി പിടിച്ച് ഞങ്ങളോട് അടുക്കാൻ നോക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തി കാരണം എന്റെ അമ്മയ്ക്ക് പുറത്ത് തലയുയർത്തി നടക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടരുടെ തോന്നിവാസം കാരണം എന്റെ അമ്മ ഇപ്പൊ നീറിയാ ജീവിക്കുന്ന. എവിടെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലേ? പണ്ട് ഞങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ നിങ്ങള് ഇപ്പൊ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണെന്ന്? ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നിങ്ങളെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. അവസരങ്ങൾക്കൊത്ത് നിറം മാറുന്നോ ഓന്താണ് നിങ്ങൾ. നിങ്ങളുടെ പ്രവർത്തികൾ കാരണം ഉരുകി തീരുക ഞങ്ങൾ. എനിക്ക് അച്ഛനില്ല. അച്ഛന്റെ ആവശ്യം പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മയാ. അങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ കൂട്ടരുടെ വാക്കുകൾ കേട്ട് അനുഭവിച്ച അപമാനങ്ങൾക്ക് എന്റെ അമ്മ എന്തെങ്കിലും കടുകை ചെയ്താ? എടാ, അവളുടെ ജീവൻ എടുക്കാൻ മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്യൂടാ? അവൾ നിന്റെ അമ്മയാവുന്നതിന് മുൻപ് എന്റെ ഭാര്യയാണ്. അതന്ന്. ഇപ്പൊ എന്റെ അമ്മ നിങ്ങളുടെ ആരുമല്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്നില്ല, അവളാണ്. മോനെ, നീ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഒരു ശത്രുവിനെ പോലെ കാണുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു മകൻ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കോ? എന്ത് അച്ഛനോ? നിങ്ങൾ എന്റെ അച്ഛനാണെന്നോ? ഒരു അച്ഛനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാല് കുടിക്കുന്ന കുഞ്ഞിനെ ജീവനെ പോലെ നോക്കുന്ന ഭാര്യയും കൈവിട്ട് കളഞ്ഞ് പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും നിങ്ങൾ കൊട്ടാരത്തിൽ കയറി ഞങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ചു. നിങ്ങളൊരു നല്ല ഭർത്താവും അല്ല, നല്ലൊരു അച്ഛനും അല്ല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളും മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ നിങ്ങളെ പോലെ ഒരാൾ ജീവിക്കുന്നുണ്ടെന്നത് മറന്ന് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. 21 വർഷങ്ങളായി ഞങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങളുടെ ദുരിതങ്ങളും തുടങ്ങിയിരിക്കുന്നു. അന്ന് അമ്പലത്തിൽ വെച്ച് അപമാനിച്ചു. ഇപ്പൊ വീട്ടിലേക്ക് വന്ന് നാട്ടിലുള്ള എല്ലാവരുടെ പരിഹാസങ്ങളും ചീത്തയും എന്റെ അമ്മ സഹിച്ച അപമാനങ്ങളും എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നു. എന്തിനാണ് എന്റെ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അച്ഛനെന്ന വാക്ക് പോലും മറന്ന് ജീവിക്കുകയാണ് ഞങ്ങൾ. ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ അമ്മ മാത്രം. എനിക്ക് എന്റെ അമ്മ, അമ്മയ്ക്ക് ഞാനും. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്കിടയിൽ കയറി വരാൻ നിങ്ങൾ ആരാണ്? എന്റെ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടും എന്റെ അഭിമാനവും എന്റെ അമ്മയുടെ മനഃശാന്തിയും ഇല്ലാതാക്കാൻ അങ്ങനെ ശ്രമിച്ചാലുണ്ടല്ലോ. എന്തു ചെയ്യും? പിന്നെ എപ്പോഴും നിന്റെ രീതി ഇതാണ്. എന്റെ വാക്ക് നീ കേൾക്കില്ലല്ലോ. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഞങ്ങളുടെ ആരാണ്?